Hi guys, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഐഫോണിന്റെ ഒരു റിവ്യൂ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തംബ്നെയിലിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ ഐഫോൺ വാങ്ങിയാൽ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഐഫോൺ 12 12 Pro അങ്ങനെയൊന്നുമല്ല കേട്ടോ. അതെന്തുകൊണ്ടും എനിക്ക് വാങ്ങാൻ സാധിക്കാത്ത സ്മാർട്ട് ഫോൺ ആയതുകൊണ്ടും എനിക്ക് എന്തുകൊണ്ടോ ഇത് നമ്മുടെ ഫ്രണ്ടിൻ്റെ കണ്ട സ്മാർട്ട് ഫോണാണ്. അപ്പോൾ അവരോട് ഞാൻ ഒരു ദിവസം റിവ്യൂവിനായിട്ട് തരുമെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ തന്നാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കുറേ പിക്സുകൾ എടുക്കാനായിട്ട് ഇടവന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ക്ലാരിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ലെവലാണ്. പിന്നെ പ്രൈസ് റേഞ്ചൊക്കെ നോക്കിയപ്പോൾ ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ഫോണാണ് നമ്മുടെ iPhone 11 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേക ജസ്റ്റ് ഒന്ന് സ്പെസിഫിക്കേഷൻസ് പറയാം കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ റണ്ണായിക്കൊണ്ടിരിക്കുന്ന പ്രൊസസ്സർ എന്ന് പറയുന്നത് F13 ബയോണിക് ചിപ്സെറ്റാണ് ഇതിൽ റണ്ണായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഐഫോണിൻ്റെ ഒരുവിധ എല്ലാ സ്മാർട്ട് ഫോണുകളും ഇപ്പോൾ റിലീസായിക്കൊണ്ടിരിക്കുന്നത് A13 എന്ന് പറഞ്ഞിട്ടുള്ള ബയോണിക് ചിപ്സെറ്റ് കൊണ്ടാണ്. പിന്നെ അതൊക്കെ പോട്ടെ, നമുക്ക് പ്രൊസസ്സറിനെ കുറിച്ച് അറിഞ്ഞിട്ടൊന്നും നമുക്ക് വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് യൂസ് ചെയ്യുമ്പോൾ നല്ല സ്പീഡ് ഉണ്ടാവണം, ഹാങ് ഉണ്ടാവാൻ പാടില്ല, അത്രയ്ക്കാണ് ഉണ്ടാവേണ്ടത്. ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ബാക്ക് സൈഡിൽ 2 ക്യാമറാസാണ് കിട്ടുന്നത്. 2 ക്യാമറാസിൽ ഒരു കാര്യം പറഞ്ഞാൽ രണ്ടും 12 മെഗാ പിക്സലിൻ്റെ ക്യാമറാസാണ്. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ പുതിയ ഫോണുകൾ നോക്കി കഴിഞ്ഞാൽ 48 മെഗാ പിക്സൽ 64 മെഗാ പിക്സൽ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ തരത്തിലുള്ള നിങ്ങൾ കണ്ടിട്ടുണ്ടായി ക്യാമറകളൊക്കെ. ബട്ട് ഐഫോണിൻ്റെ ക്യാമറ ഞാൻ അതിനെപ്പറ്റി ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് ഐഫോണിൻ്റെ ക്യാമറയും ബാക്കി ക്യാമറകളും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ 12 മെഗാ പിക്സലിൻ്റെ 2 ക്യാമറാസ് ഉണ്ടോ. ഒന്ന് അൾട്രാ വൈഡ് ആംഗിളും പിന്നെ ഉള്ളത് ഡെപ്ത് സെൻസറാണുള്ളത്. ഈ 2 ക്യാമറാസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എക്സ്ട്രീംലി ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും വിത്തൗട്ട് ഒരു എന്താ പറയുക സ്റ്റെബിലൈസേഷൻ എന്നുണ്ടെങ്കിൽ ഒരു ക്യാമറ ലെവലിലുള്ള സ്റ്റെബിലൈസേഷൻ നമുക്ക് ഈ ഫോൺ തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് ക്യാമറ എടുക്കുന്ന സമയത്തും നമുക്ക് 12 മെഗാ പിക്സലാണ് കിട്ടണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നുണ്ടെങ്കിൽ നമുക്കിതിൽ 4K റിയർ ക്യാമറയും ഫ്രണ്ട് ക്യാമറയും നമുക്ക് 4Kയിൽ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും വിത്ത് 60 ഫ്രെയിം പെർ സെക്കൻഡ് അല്ലെങ്കിൽ FPS എന്ന് നമ്മൾ പറയും. പിന്നെ ഇതിൻ്റെ ഒരു വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ ആണ് കേട്ടോ. ഡിസ്പ്ലേ നമുക്ക് കാണുന്നത് നമുക്കിതിൻ്റെ സ്ക്രീൻ ടു ബോഡി റേഷ്യോ നോക്കുകയാണെങ്കിൽ വളരെ തിന്നായിട്ടുള്ള നമുക്ക് ബോഡി പാർട്ടാണ് കാണാൻ സാധിക്കുന്നത്. മാക്സിമം സൈഡും ഡിസ്പ്ലേ തന്നെയാണ്. ഇതിൻ്റെ വെയിറ്റ് എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് വെയിറ്റ് പറയുന്നത് 194 ഗ്രാമാണ് ഇതിൻ്റെ ടോട്ടൽ വെയിറ്റ് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രൈസ് അറിയാൻ വേണ്ടി വെയിറ്റിംഗ് ആയിരിക്കും. അപ്പോൾ നിൽക്കുക കേട്ടോ. അപ്പോൾ ഒരു കാര്യം പറയാനുള്ളത് ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ റെറ്റിന ഡിസ്പ്ലേ ആണ് ഇതിൽ കാണാൻ സാധിക്കാം. ഇത് 6.1 ഇഞ്ചിൻ്റെ റെറ്റിന ലിക്വിഡ് എന്തോ ആണ്, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മ വരുന്നില്ല. ലിക്വിഡ് റെറ്റിന ഡിസ്പ്ലേ ആണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഫിംഗർ പ്രിൻ്റ് ഇല്ല. നിങ്ങൾ ഐഫോണിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഐഫോണിൽ നമുക്ക് ഫിംഗർ പ്രിൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഇതിൻ്റെ ഒരു ഡിസൈൻ ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടലി ഒരു മെറ്റാലിക് ആയിട്ടുള്ള ഫ്രെയിമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ വീണാൽ അറിയില്ല പൊട്ടോ എന്നുള്ളത്. നമ്മൾ ഇട്ട് നോക്കുന്നുമില്ല. അതാണെങ്കിൽ ഇതിൻ്റെ പ്രൈസ് അത്ര ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മൾ വലിച്ചൊന്നും ഇട്ടുന്നില്ല. നമുക്ക് വേണ്ടത് ബാക്കിലൊരു സിമ്പിൾ ആപ്പിൾ കടിച്ചത് അത് നമുക്ക് ഉണ്ടായിരിക്കണം. അതാണ് നമ്മുടെ ചെറുപ്പക്കാരുടെ എല്ലാവരുടെയും ആവശ്യം. അപ്പോൾ ബെറ്റർ ചോയ്സാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് പറയുകയാണെങ്കിൽ ഇന്ത്യൻ പ്രൈസ് അറൗണ്ട് ഇപ്പോഴത്തെ ഒരു കറണ്ട് റേറ്റ് നോക്കുകയാണെങ്കിൽ 64 GB വരുന്നത് 51 സംതിങ് ആണെന്ന് തോന്നുന്നു, 51,000 രൂപ. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഞങ്ങൾക്ക് ഐഫോണൊന്നും വേണ്ട കേട്ടോ എന്നുള്ളത് കുറേ പേര് പറയണ്ടായിരിക്കും. ഐഫോൺ വേണ്ടവർക്ക് വേണ്ടി മാത്രം പറയാണ്. ക്യാമറ ക്വാളിറ്റിയും ബാക്കി എല്ലാ ക്വാളിറ്റിയും ഗെയിമിംഗ് എക്സ്പീരിയൻസും എല്ലാം ഐഫോണിൽ സൂപ്പറായിരിക്കും. ഇപ്പോൾ ഇങ്ങനെ വല്ല സെയിലുകളൊക്കെ വരില്ലേ, ബിഗ് ബില്യൺ ഡേയ്സ് അങ്ങനത്തെ ഡേയ്സുകളിലൊക്കെ വരുമ്പോൾ ഒരു 48-നൊക്കെ കിട്ടും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബാങ്കിലെ ക്രെഡിറ്റ് കാർഡൊക്കെ യൂസ് ചെയ്ത് വാങ്ങുകയാണെങ്കിൽ വീണ്ടും കുറഞ്ഞൊരു 46 രൂപ റേഞ്ചിൽ വേണമെങ്കിൽ നമുക്ക് ഈ ഫോൺ വാങ്ങാവുന്നതാണ്. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് റിവ്യൂ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫോട്ടോസൊക്കെ നമ്മൾ റിമിൻ്റെ കല്യാണത്തിൻ്റെ വീഡിയോസൊക്കെ ഫോട്ടോസൊക്കെ എടുത്തതിലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ഫോട്ടോസായിരുന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാനും വിചാരിച്ചൊരു റിവ്യൂ ചെയ്തേക്കാം. ഇത് ഔട്ട്ഡേറ്റഡ് ആയി ഇപ്പോൾ 1 ഇയറിന് അബോവ് ആയി, 1.5 ഇയർ ആയെന്ന് തോന്നുന്നു ഈ ഫോൺ ലോഞ്ച് ചെയ്തിട്ട്. അപ്പോൾ എന്നാലും എനിക്ക് തോന്നുന്നു ഐഫോണുകളിൽ വാങ്ങാൻ പറ്റിയ ഒരു ഫോണാണ് ഈ കാണുന്നത്. ഇപ്പോൾ 12 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറൗണ്ട് 80,000 90,000 അറൗണ്ട് വരും. ബട്ട് എന്തുകൊണ്ടൊരു പ്രീമിയം ലുക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ എന്തായാലും വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. വാങ്ങോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ബട്ട് വാങ്ങി കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും അതിൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇതോടുകൂടി വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ബൈ.